സർക്കാരിന്റെ ആദ്യ ബജറ്റ് തന്നെ തീരദേശത്തെ തീർത്തും വഞ്ചിച്ച ബജറ്റെന്ന് CPM പൊന്നാനി ഏരിയ സെക്രട്ടറി CP മുഹമ്മദ് കുഞ്ഞി. തെരഞ്ഞെടുപ്പിന് 1.5 വർഷം മുമ്പ് കടലോരത്ത് കൂടി നടത്തിയ അവകാശവാദങ്ങൾക്ക് ശേഷം പൊന്നാനിയിൽ കടൽഭിത്തിക്ക് കിട്ടിയത് വെറും 3 കോടി രൂപ മാത്രമാണ്. അഴീക്കൽ മുതൽ കാപ്പിക്കാട് വരെ തീരദേശത്തിന് നീളം 12 കിലോമീറ്ററാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ അനുവദിച്ച 10 കോടി രൂപ കൊണ്ട് കടൽഭിത്തി കെട്ടിയത് 910 മീറ്ററാണ്. 3 കോടി കൊണ്ട് 210 മീറ്റർ മാത്രമാണ് നിർമ്മിക്കാനാവുക. കേരളത്തിലെ തീരാക്രമണം നേരിടുന്ന 10 ഹോട്ട്സ്പോട്ടുകളിലൊന്നായി പൊന്നാനിയെ തെരഞ്ഞെടുക്കുകയും ശാസ്ത്രീയ പഠനത്തിന് ശേഷം LDF സർക്കാർ കഴിഞ്ഞ സാമ്പത്തിക വർഷാവസാനം ADB സഹായത്തോടെ 400 കോടിയെ പറ്റി ഈ ബജറ്റിൽ മൗനം മാത്രമാണെന്നും നടപടിക്രമം പൂർത്തിയായ ADB ഫണ്ടാണോ സ്വപ്നത്തിലുള്ള നബാർഡ് ഫണ്ടാണോ വേണ്ടതെന്നും ഈ കാപട്യം പൊന്നാനി തിരിച്ചറിയുമെന്നും ഏരിയ സെക്രട്ടറി പറഞ്ഞു. ഈ 3 കോടി രൂപ പൊന്നാനി വിശാലമായ കടൽഭിത്തി എന്ന രീതിയിലാണ് അതിൻ്റെ വ്യാഖ്യാനങ്ങൾ വരുന്നത്. യഥാർത്ഥത്തിൽ എന്താണ്? കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ 10 കോടി രൂപ പൊന്നാനിക്ക് അനുവദിക്കുകയും ആ 10 കോടിയുടെ ഭാഗമായിട്ട് നമുക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ തീരശോഷണം നടക്കുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള തുക കടൽഭിത്തി നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള മേഖല എന്നുള്ളതുകൊണ്ട് തന്നെ 910 മീറ്റർ ആണ് നമുക്ക് ആ തുക കൊണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ 3 കോടി കൊണ്ട് ഏതാണ്ട് 200 ചില മീറ്റർ മാത്രമാണ് നമുക്ക് കടൽഭിത്തി പൊന്നാനി നിർമ്മിക്കാൻ കഴിയുക. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉന്നയിക്കുന്നത് കഴിഞ്ഞ സർക്കാരിൻ്റെ പൊതുപ്രവർത്തകരുടെ പൊന്നാനിയുടെ MLA ഒക്കെ നിരന്തരമായ സമ്മർദ്ദത്തിൻ്റെ ഫലമായി പൊന്നാനിയിലെ കടൽക്ഷോഭത്തിന് സ്ഥായിയായ പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള അതിബൃഹത്തായ ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുകയും അത് സംസ്ഥാന സർക്കാരിൽ സമർപ്പിക്കുകയും സംസ്ഥാന സർക്കാരിൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ 10 സ്ഥലങ്ങൾ ഹോട്ട്സ്പോട്ടായി പ്രഖ്യാപിച്ചു. അതിൽ മലപ്പുറം ജില്ലയിൽ പൊന്നാനി മാത്രമാണ് ഹോട്ട്സ്പോട്ടായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഹോട്ട്സ്പോട്ടുകളിൽ ഏതാണ്ട് 90 കിലോമീറ്റർ ദൂരത്തിൽ ടെട്രാപ്പാഡ് മാതൃകയിലുള്ള കടൽഭിത്തി നിർമ്മാണം സ്ഥായിയായിട്ട് ഇതിന് പരിഹാരം കാണുന്നതിനുള്ള മാർഗമെന്ന രീതിയിൽ സംസ്ഥാന സർക്കാർ കേരള സസ്റ്റൈനബിൾ കോസ്റ്റൽ പ്രൊട്ടക്ഷൻ ആൻഡ് ക്ലൈമറ്റ് റെസിലിയന്റ് പ്ലാനിംഗ് പ്രൊജക്ട് എന്ന പേരിൽ ഒരു പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടി അതിൻ്റെ പ്രാഥമിക തലത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ച് നിരന്തരമായ വർഷങ്ങളോളമുള്ള പ്രോസസ്സ് പൂർത്തീകരിച്ചുകൊണ്ട് കഴിഞ്ഞ മാർച്ച് 15 2026 മാർച്ച് 15 ആ പദ്ധതി തത്വത്തെ അംഗീകരിക്കുകയും അതിൻ്റെ ഗവൺമെൻറ് ഓർഡർ നമ്മുടെ കൈകളിൽ കിട്ടുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇനി ഇത് ഇംപ്ലിമെൻറ്റിംഗ് ആണ് വേണ്ടത്. ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ ഏതാണ്ട് പൊന്നാനിയിൽ തന്നെ 400 ചില്ലാൻ കോടി രൂപ ഇതിൻ്റെ ഭാഗമായിട്ട് വരും. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ 70% തുകയും ബാക്കി സംസ്ഥാന സർക്കാരും ചെലവഴിച്ചിട്ടുള്ള ഈ ബൃഹത് പദ്ധതി നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് ഈ ബജറ്റിൽ പരാമർശമില്ലാതെ പോയി, അല്ലെങ്കിൽ ബജറ്റ് മൗനം പാലിച്ചു എന്നുള്ളതാണ് ഞങ്ങൾക്കുള്ള ആക്ഷേപം. അതുകൊണ്ട് തന്നെ തീരസംരക്ഷണത്തിന് വേണ്ടിയും തീരദേശ ജനതയുടെ എല്ലാ അർത്ഥത്തിലുള്ള ജീവിത ഉന്നതിക്ക് വേണ്ടിയും ഈ പദ്ധതി നടപ്പിലാക്കണം എന്നാണ് ഞങ്ങൾക്ക് പാർട്ടി എന്ന രീതിയിൽ ഞങ്ങൾക്ക് ഉന്നയിക്കാനുള്ളത്. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.